അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെ സ്റ്റാഫ് റാഗിംഗിന്റെ വക്താക്കളാകുന്ന ഭീതിതമായ സാഹചര്യമാണ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നതെന്ന് സഹപാഠികൾ വെളിപ്പെടുത്തുന്നു. സംഭവത്തിൽ പ്രതികളായ ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ഒളിവിലാണെങ്കിലും ഇത്രയും കാലം ഇവർ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുന്ന അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം ഒരു അധ്യാപകന് ചേരാത്ത ക്രൂരതകളാണ് ക്യാമ്പസിൽ വിതറിയിരുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറം കർണാടകയിൽ നിന്നെത്തി കഴിഞ്ഞ 15 വർഷമായി അഞ്ചരക്കണ്ടിയിൽ തമ്പടിച്ച ഇയാൾക്ക് മാനേജ്മെന്റിൽ നിന്ന് ലഭിച്ച അമിത സ്വാതന്ത്ര്യമാണ് നിതിനെ പോലൊരു ദളിത് വിദ്യാർത്ഥിയുടെ ജീവനെടുത്തതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. വിദ്യാർത്ഥികളുടെ ശരീരപ്രകൃതിയെയും നിറത്തെയും അധിക്ഷേപിക്കുന്നത് ഡോക്ടർ റാമിന്റെ വിനോദമായിരുന്നുവെന്ന് പെൺകുട്ടികളടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, സ്കിന്നി തുടങ്ങിയ വിളികൾ ക്ലാസ് മുറികളിൽ പതിവായിരുന്നു. അതിക്രൂരമായ പരിഹാസങ്ങൾക്കിരയാക്കി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുന്നതിൽ ഇയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഒരിക്കലൊരു വിദ്യാർത്ഥിയോട് നീ എന്താ ക്യാൻസർ പേഷ്യന്റ് ആണോ എന്ന് പരസ്യമായി ചോദിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. രോഗാവസ്ഥയെ പോലും പരിഹസിക്കുന്ന ഇത്തരമൊരു വ്യക്തി എങ്ങനെ 15 വർഷം ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി തുടർന്നു എന്നത് ദുരൂഹമാണ്. നിതിൻ നേരിട്ടതും സമാനമായ ജാതീയ അധിക്ഷേപങ്ങളും ബോഡി ഷെയ്മിങ്ങുമായിരുന്നു. ക്യാമ്പസിനുള്ളിൽ ഡോക്ടർ റാം നടപ്പാക്കിയിരുന്നത് പ്രാകൃതമായ ശിക്ഷാമുറകളായിരുന്നുവെന്ന് വിദ്യാർത്ഥിനികൾ വെളിപ്പെടുത്തി. പെൺകുട്ടികളെ തല്ലാൻ ആൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്ന വിചിത്രമായ രീതി ഇയാൾക്കുണ്ടായിരുന്നു. നിർദ്ദേശം ലംഘിച്ചാൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ പലർക്കും വഴങ്ങേണ്ടി വന്നു. തല്ലാൻ വരുന്ന ആൺകുട്ടിയും തല്ലുവാങ്ങുന്ന പെൺകുട്ടിയും ഒരുപോലെ നിസ്സഹായരാകുന്ന അവസ്ഥയായിരുന്നു അവിടെ. പലതവണ ഇയാൾക്കെതിരെ വിദ്യാർത്ഥികൾ പരാതിയുമായി കോളേജ് അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ ഡീനിന് നൽകിയ രേഖാമൂലമുള്ള പരാതികൾ പോലും ഫയലിൽ സ്വീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. പരാതി നൽകുന്നവരെ കൂടുതൽ വേട്ടയാടാൻ ഡോക്ടർ റാമിന് അവസരമൊരുക്കുകയാണ് അധികൃതർ ചെയ്തത്. കഴിഞ്ഞ വർഷം സസ്പെൻഷൻ നേരിട്ട ഇയാൾ എങ്ങനെ വീണ്ടും ഇതേ തസ്തികയിൽ തിരിച്ചെത്തിയെന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. കണ്ണൂർ എഴോം സ്വദേശിനിയായ ഡോക്ടർ സംഗീത നമ്പ്യാരും റാമിന്റെ ഈ ക്രൂരതകൾക്ക് ഒത്താശ നൽകിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയതോടെയാണ് ഇരുവരും മുങ്ങിയത്. നിലവിൽ ഇവരുടെ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഡോക്ടർ റാമിനെതിരെ നേരത്തെയും കടുത്ത ആരോപണങ്ങൾ ഉയർന്നിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചതിൽ കോളേജ് മാനേജ്മെന്റിന് വ്യക്തമായ പങ്കുണ്ട്. ഇത്രയും ഗുരുതരമായ സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾക്ക് 19 വയസ്സുള്ള വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള അധികാരം വിട്ടുകൊടുത്തത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ഡോക്ടർ റാം എങ്ങനെയാണ് പ്രാദേശിക രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിച്ചതെന്നതും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇയാൾ ഇത്രയും കാലം തന്റെ അധീശത്വം തുടർന്നതെന്നാണ് സൂചന. പോലീസും മാനേജ്മെന്റും ഒത്തുകളിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട്. നീതിയോ ജാതി വിവേചനമില്ലാത്ത അന്തരീക്ഷമോ ഉറപ്പാക്കുന്നതുവരെ ക്ലാസുകൾ ബഹിഷ്കരിക്കാനാണ് വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. പാവപ്പെട്ട കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന നിതിനെ മരണത്തിലേക്ക് തള്ളിയിട്ടവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യത്തിൽ സഹപാഠികൾ ഉറച്ചു നിൽക്കുന്നു. അഞ്ചരക്കണ്ടിയിലെ ഈ സംഭവം കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് റാഗിംഗിന്റെയും ജാതി വിവേചനത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതാണ്. പരാതികൾ കേൾക്കാൻ തയ്യാറാക്കാത്ത മാനേജ്മെന്റും ക്രൂരതയ്ക്ക് മൗനാനുവാദം നൽകുന്ന ഉദ്യോഗസ്ഥരും ഈ മരണത്തിന് നിതിനെ പോലെ തന്നെ ഉത്തരവാദികളാണ്. ഡോക്ടർ റാമിനെ പോലെയുള്ളവർ എങ്ങനെയാണ് ഇത്രയും കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്നതെന്നത് സർക്കാരിന്റെയും സർവകലാശാലയുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ കൊലക്കളമായി മാറുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കത്തിലാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ അഞ്ചരക്കണ്ടിയിലെ യമരാജന്മാർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. നിതിൻ രാജിന് നീതി ലഭിക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും തീരുമാനം.